ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ ജൂലൈ 2023 KSR ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയി ആൻസർ ചെയ്യാം. പരമാവധി എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും റൂൾ നമ്പരും അല്ലാത്തവയ്ക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പരും പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 4 പാർട്ടായാണ് ചെയ്യുന്നതിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം 1 ഇതാണ്: മാക്സിമം സർവീസ് വെയിറ്റേജ് അഡ്മിസിബിൾ ഇൻ ദ കേസ് ഓഫ് ആൻ വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഇത് KSR പാർട്ട് 3 റൂൾ നമ്പർ 56 ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. റൂൾ നമ്പർ 56 റിട്ടയറിംഗ് പെൻഷനെ കുറിച്ചാണ് പറയുന്നത്. 20 വർഷം പൂർത്തിയായ ശേഷം സ്വയം വിരമിക്കുന്നതാണ് റിട്ടയറിംഗ് പെൻഷൻ. 20 വർഷം എന്നുള്ളത് മിനിമം റിക്വയർഡ് സർവീസ് പീരീഡാണ്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വിരമിക്കാം. ഈ റിമൈനിങ് സർവീസ് വെയിറ്റേജായി സർവീസ് കാലയളവിലേക്ക് ചേർക്കപ്പെടും. ഈ റിമൈനിങ് സർവീസ് കാലയളവിൻ്റെ മാക്സിമം എന്നത് 5 വർഷമാണ്. അതാണ് റൂൾ പറയുന്നത്. 5 വർഷത്തിന് അധികം സർവീസ് 6-7 വർഷം സർവീസ് കാലയളവ് ഉണ്ടെങ്കിലും പെൻഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ടും മറ്റും പരിഗണിക്കുന്നത് പരമാവധിയുള്ള 5 വർഷം മാത്രമാണ്. അതായത് ചോദ്യം 1ൻ്റെ ഉത്തരം ഓപ്ഷൻ എ അപ് ടു 5 ഇയേഴ്സ് എന്നുള്ളതാണ്. ചോദ്യം 2 നോക്കാം. മെയിൽ എംപ്ലോയീസ് ആർ ഗ്രാൻറ്റഡ് ഡാഷ് ഡേയ്സ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഫോർ അണ്ടർഗോയിങ് വസക്ടമി. അതായത് പുരുഷ ജീവനക്കാർക്ക് വന്ധ്യംകരണത്തിന് വിധേയമാകുന്നതിന് അനുവദിക്കുന്ന സ്പെഷ്യൽ ക്യാഷ് ലീവായി അനുവദിക്കുന്ന ദിവസങ്ങൾ എത്രയാണ്? ഇത് KSR പാർട്ട് 2 ക്യാഷ് ലീവുകളെക്കുറിച്ച് പറയുന്ന ഭാഗത്തുണ്ട്. അപ്പൻഡിക്സ് 7 കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. പുരുഷ ജീവനക്കാർക്ക് വന്ധ്യംകരണത്തിന് വിധേയമാകുന്നതിന് 6 ദിവസത്തിൽ കുറയാത്ത ക്യാഷ് ലീവ് അനുവദനീയമാണ് എന്നാണ് റൂളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി 6 എന്നതാണ്. അടുത്ത ചോദ്യം: ദ പ്രൈമറി കണ്ടീഷൻ ഫോർ ഗ്രാൻഡിങ് ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അലവൻസ് അനുവദിക്കുന്നതിനുള്ള പ്രാഥമിക കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. ഓപ്ഷനുകൾ: യാത്ര മേലുദ്യോഗസ്ഥരുടെ താല്പര്യത്തിനായിരിക്കണം. ഓപ്ഷൻ ബി യാത്ര പൊതു താല്പര്യത്തിനായിരിക്കണം. ഓപ്ഷൻ സി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യണം. ഓപ്ഷൻ ഡി യാത്ര ഓഫീസ് സമയങ്ങളിൽ മാത്രം നടത്തണം. ഇവിടെ ഉത്തരം യാത്ര പൊതു താല്പര്യത്തിനുള്ളവയായിരിക്കണം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 4ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ പേ റീച്ചസ് ദ മാക്സിമം ഓഫ് സ്കെയിൽ ഓഫ് പേ then employees are eligible for option A stagnation increment, advance increment, 1 DA as increment, half DA as increment. KSRൽ പ്രധാനമായും 2 തരം ഇൻക്രിമെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്, അടുത്തത് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്. ഇതിൽ ഒരാളുടെ സ്കെയിൽ ഓഫ് പേയുടെ അവസാന ശമ്പള പരിധിയിലെത്തിയ ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ നൽകുന്ന ഇൻക്രിമെൻറ്റിനെയാണ് ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് 5 തവണയായി ആകെ 6 വർഷം മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ കേസ് വെയർ ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ആർ പ്രൊവൈഡഡ് ദെൻ DA എലിജിബിൾ അറ്റ് ദ റേറ്റ് ഓഫ് ഓപ്ഷൻ എ ഫുൾ DA, ഓപ്ഷൻ ബി 1/4 DA, ഓപ്ഷൻ സി ഹാഫ് DA, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇത് KSRൽ ട്രാവലിംഗ് അലവൻസിൻ്റെ ഭാഗത്ത് റൂൾ 37 പറയുന്നുണ്ട്. DA ഫോർ ഹാൾട്ട് എന്ന ഭാഗത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കണക്കാക്കുന്ന DAയുടെ 4/1 ലഭിക്കുകയുള്ളൂ എന്ന് റൂളിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി 1/4 DA. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ കേസ് വെയർ ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ആർ പ്രൊവൈഡഡ് ദെൻ DA എലിജിബിൾ അറ്റ് ദ റേറ്റ് ഓഫ് ഓപ്ഷൻ എ ഫുൾ DA, ഓപ്ഷൻ ബി 1/4 DA, ഓപ്ഷൻ സി ഹാഫ് DA, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇത് KSRൽ ട്രാവലിംഗ് അലവൻസിൻ്റെ ഭാഗത്ത് റൂൾ 37 പറയുന്നുണ്ട്. DA ഫോർ ഹാൾട്ട് എന്ന ഭാഗത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കണക്കാക്കുന്ന DAയുടെ 4/1 ലഭിക്കുകയുള്ളൂ എന്ന് റൂളിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി 1/4 DA. അടുത്ത ചോദ്യം നോക്കാം. പ്രസൻ്റ്ലി ദ ഫസ്റ്റ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഈസ് ഗ്രാൻറ്റഡ് ഓൺ കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് സർവീസ്.
ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് പ്രൊമോഷനെ കുറിച്ച് KSR പാർട്ട് 1-ൽ അന്നക്ഷർ 3-ലാണ് പറയുന്നത്. 2019 നിലവിലുള്ള പേ സ്കെയിലിൽ 23,000 മുതൽ 50,200 എന്ന സ്കെയിൽ മുതൽ 26,500 മുതൽ 60,700 എന്ന സ്കെയിൽ വരെയുള്ള ഉൾപ്പെടുന്ന ജീവനക്കാർ പ്രൊമോഷൻ ലഭിക്കാതെ ജോലിയിൽ പ്രവേശിച്ചതു മുതലുള്ള തസ്തികയിൽ തന്നെ തുടരുകയാണെങ്കിൽ ആദ്യ 8 വർഷം പൂർത്തിയാകുമ്പോൾ ഫസ്റ്റ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് അനുവദിക്കുന്നു. സർവീസ് കാലയളവിൽ തുടർച്ചയായി ഒരേ തസ്തികയിൽ തന്നെ 8, 15, 22, 27 എന്നിങ്ങനെ വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഓരോ ഹയർ ഗ്രേഡ് പ്രൊമോഷൻസും ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ഓഫ് എ ടീച്ചിങ് സ്റ്റാഫ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് ആക്ച്വൽ സർവീസ് വിൽ കൗണ്ട് ഫോർ ഓപ്ഷൻ എ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്, ഓപ്ഷൻ ബി ഏൺ ലീവ്, ഓപ്ഷൻ സി ഇൻക്രിമെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ പറയുന്ന എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് എന്നുള്ളത് ടീച്ചിങ് സ്റ്റാഫിന് മാത്രം ലഭിക്കുന്നൊരു സർവീസ് ആനുകൂല്യമാണ്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കിയുള്ള റിട്ടയർമെൻറ്റ് ഡേറ്റിന് ശേഷം ആ അധ്യയന വർഷം അവസാനം വരെ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ അവർക്ക് സേവനമനുഷ്ഠിക്കാൻ കഴിയും. ആ കാലയളവിനെയാണ് ടീച്ചേഴ്സിൻ്റെ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഈ കാലയളവിൽ അവർക്ക് യാതൊരുവിധ സർവീസ് ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല എന്ന് KSR പാർട്ട് 1-ൽ റൂൾ 60C-യിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉത്തരം ഈ പറയുന്ന സർവീസ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12B ഡീൽസ് വിത്ത് ഓപ്ഷൻ എ ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്, ഓപ്ഷൻ ബി ലീവ് ഫോർ ജോയിനിങ് ദ സ്പൗസ്, ഓപ്ഷൻ സി ലീവ് ഫോർ എംപ്ലോയ്മെൻറ്റ് അബ്രോഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. KSR പാർട്ട് 1-ലാണ് അപ്പൻഡിക്സ് ഉള്ളത്. ഇത് പേജ് 288 മുതലാണുള്ളത്. മിക്കവാറും എക്സാമുകൾക്കെല്ലാം തന്നെ ഈ അപ്പൻഡിക്സിൻ്റെ ഇൻഡെക്സ് പേജിൽ നിന്ന് തന്നെ ഡയറക്റ്റായി ആൻസർ കണ്ടെത്താവുന്ന തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് നോക്കാം. അപ്പൻഡിക്സ് 12B എന്നുള്ളത് സ്റ്റഡി പർപ്പസിനുള്ള ലീവുകളെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്റ്റ് ഇൻഡെക്സ് പേജിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. പെറ്റേണിറ്റി ലീവ് ഷുഡ് ബി അവൈൽഡ് വിത്തിൻ ഓപ്ഷൻ എ 1 year, ഓപ്ഷൻ ബി 1 month, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി 2 years. KSR പാർട്ട് 1 റൂൾ 102B-യിലാണ് പെറ്റേണിറ്റി ലീവ് വരുന്ന ഭാഗം. ഇവിടെ പറയുന്നത് കുട്ടിയുടെ ജനനത്തിന് 10 ദിവസം മുൻപ് മുതൽ 3 മാസം വരെയുള്ള കാലയളവ്, ഈ കാലയളവിനുള്ളിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന പെറ്റേണിറ്റി ലീവ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 3 months എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ദ പെർസെൻറ്റേജ് ഓഫ് മൈലേജ് അലവൻസ് ഓർ DA അഡ്മിസിബിൾ വൈൽ അൻ എംപ്ലോയി ഈസ് ട്രാവലിംഗ് ഇൻ ഹിൽ ട്രാക്ട് ഏരിയ ഈസ് ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 100. KSR പാർട്ട് 2 റൂൾ നമ്പർ 44-ൽ ഒരു ജീവനക്കാരൻ ഹിൽ ട്രാക്ട് ഏരിയയിൽ യാത്ര ചെയ്യുമ്പോൾ അനുവദനീയമായ DAയെക്കുറിച്ച് പറയുന്നുണ്ട്. 25% ഓഫ് ഡെയിലി അലവൻസ് അല്ലെങ്കിൽ മൈലേജ് അലവൻസ് ലഭിക്കുമെന്നാണ് ഈ റൂൾ 44-ൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 25 എന്നുള്ളതാണ്. 25% DA ആണ് ഹിൽ ട്രാക്ട് ഏരിയയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ജീവനക്കാർ ലഭിക്കുന്ന DA. അടുത്ത ചോദ്യം. ഓഫീസേഴ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഡാഷ് കാറ്റഗറീസ് ഫോർ ദ പർപ്പസ് ഓഫ് TA കാൽക്കുലേഷൻ. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 7. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്ത് തന്നെ. KSR പാർട്ട് 2-ൻ്റെ ആദ്യ ചാപ്റ്ററിൽ തന്നെ ജീവനക്കാരുടെ ക്ലാസിഫിക്കേഷൻസ് ആണ്. TA കണക്കാക്കുന്നതിനായി ബേസിക് പേയുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഗ്രേഡ് എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം 4 എന്നുള്ളതാണ്.
അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ആൻ എംപ്ലോയി ഈസ് സർട്ടിഫൈഡ് ആസ് ഇൻകാപ്പാസിറ്റേറ്റഡ് ടു കണ്ടിന്യൂ ഇൻ സർവീസ് ഹി വിൽ ബി എലിജിബിൾ ഫോർ ഓപ്ഷൻ എ കോമ്പൻസേഷൻ പെൻഷൻ, ഓപ്ഷൻ ബി സൂപ്പറാനുവേഷൻ പെൻഷൻ, ഓപ്ഷൻ സി ഇൻവാലിഡ് പെൻഷൻ, ഓപ്ഷൻ ഡി വോളണ്ടറി പെൻഷൻ. പെൻഷനുകളെ പ്രധാനമായും 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോമ്പൻസേഷൻ, ഇൻവാലിഡ് പെൻഷൻ, സൂപ്പറാനുവേഷൻ ആൻഡ് റിട്ടയറിംഗ് പെൻഷൻ. ഒരു പോസ്റ്റ് ഡിമോളിഷ് ചെയ്യുമ്പോൾ ആ ജീവനക്കാരൻ അനുവദിക്കുന്ന പെൻഷനാണ് കോമ്പൻസേഷൻ പെൻഷൻ. അടുത്തത്, ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിയിൽ തുടരാൻ മെഡിക്കലി അൺഫിറ്റ് ആയാൽ ലഭിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. മൂന്നാമത്തേത്, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിരമിക്കൽ പ്രായമെത്തിയുള്ള റിട്ടയർമെൻറ്റ്, അതായത് സൂപ്പറാനുവേഷൻ പെൻഷൻ. 20 വർഷം സർവീസ് പൂർത്തിയാക്കിയ ശേഷം സ്വയം വിരമിക്കുമ്പോൾ കണക്കാക്കുന്നതാണ് റിട്ടയറിംഗ് പെൻഷൻ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻവാലിഡ് പെൻഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെൻഷൻ ഈസ് റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹയർ റുപ്പീസ്. മാർക്ക് സ്യൂട്ടബിൾ കമൻറ്റ് ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അനുയോജ്യ അഭിപ്രായം എന്നുള്ളതാണ് ചോദ്യം പറയുന്നത്. എമൗണ്ട് ഓഫ് പെൻഷനെ കുറിച്ച് KSR പാർട്ട് 3 ചാപ്റ്റർ 5 ആണ് പറയുന്നത്. അതിൽ റൂൾ 58 നോക്കാം. പെൻഷൻ ഷാൽ ബി ഫിക്സഡ് ഇൻ ഹോൾ റുപ്പീസ് ഫ്രാക്ഷൻ ഇഫ് എനി ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് പെൻഷൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് ബീയിങ് റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹയർ റുപ്പീസ്. അതായത് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ദശാംശ സംഖ്യയാണെങ്കിൽ അത് അടുത്ത പൂർണ്ണസംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ റൂൾ 58 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അടുത്ത ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് ഇയേഴ്സ് സർവീസ് റിക്വയർഡ് ഫോർ അവൈലിംഗ് കമ്മ്യൂട്ടർ ലീവേഴ്സ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 6 മാസം. ഇവിടെ ഉത്തരം 3 വർഷമാണ്. കമ്മ്യൂട്ടർ ലീവ് ലഭിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തെ സർവീസ് ആവശ്യമാണ്. അടുത്ത ചോദ്യം, ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് എ ഫുൾ ടൈം കണ്ടിജൻറ്റ് എംപ്ലോയി ഇൻ സ്റ്റേറ്റ് സർവീസ് ഈസ് ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 56, ഓപ്ഷൻ സി 65 വയസ്സ്, ഓപ്ഷൻ ഡി 58 വയസ്സ്. ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം 56 വയസ്സ് എന്നുള്ളതാണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, the maximum portion of pension that can be commuted as per KSR part 3. ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 30%, ഓപ്ഷൻ സി 40%, ഓപ്ഷൻ ഡി 100%. KSR പാർട്ട് 3 അപ്പൻഡിക്സ് 10 പെൻ കമ്മ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നത്. ഇത് പ്രകാരം പെൻഷൻ തുകയുടെ പരമാവധി 40% നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം, 40%.